എങ്ങനെയാണ് ഇൻക്യുബേറ്റർ നിർമ്മിക്കുക, ഇൻക്യുബേറ്ററിൻ്റെ തെർമോസ്റ്റാറ്റിൽ ടെമ്പറേച്ചർ എങ്ങനെയാണ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇൻക്യുബേറ്റർ എങ്ങനെയാണ് നിർമ്മിക്കുക എന്നുള്ളത് അടുത്ത വീഡിയോയിൽ ഇടാം. ആദ്യം നമുക്ക് ഇൻക്യുബേറ്റർ നിർമ്മിക്കുന്നതിന് മുമ്പായിട്ട് ഇൻക്യുബേറ്ററിൻ്റെ തെർമോസ്റ്റാറ്റിൽ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെടുത്തുള്ളത് തെർമോസ്റ്റാറ്റിൻ്റെ W1209 എന്ന് പറയുന്ന ഒരു തെർമോസ്റ്റാറ്റാണ്. അതേപോലെ തന്നെ അതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് ഒരു അഡാപ്റ്റർ വേണം. 12 വോൾട്ടിൻ്റെ AC അഡാപ്റ്ററാണ് വേണ്ടത്. മോഡൽ നമ്പർ DCA 120 1P. പിന്നെ 110 270 ഇൻപുട്ട്, ഔട്ട്പുട്ട് 12 വോൾട്ടാണ്. മെയ്ഡ് ഇൻ ഇന്ത്യ ആണ് ഈ കമ്പനി DVM. ഓക്കെ, ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണ്ടത് ഇതിന് ഒരു കണക്ടർ വേണം. ഈ ഒരു കണക്ടറാണ് ഞാൻ കണക്ട് ചെയ്തിട്ടുള്ളത്. ഇതൊരു കണക്ടർ ഇല്ലെങ്കിൽ ഇവിടെ കേബിൾ കട്ട് ചെയ്യണം. കേബിൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ അഡാപ്റ്റർ നമുക്ക് വേറെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മളൊരു ചെറിയൊരു 20 രൂപയോ 30 രൂപയോ അങ്ങനെ എന്തോ ഉള്ളൂ ഈ ഒരു കണക്ടറിന്. ഈ കണക്ടറിൽ നിന്ന് വരുന്ന പോസിറ്റീവ് നമ്മൾ ഇവിടെ കാണുന്ന 2 പോർട്ടുണ്ട്. 2 പോർട്ടിൽ 12 വോൾട്ട് എന്ന് കാണിക്കുന്നതിൽ പോസിറ്റീവും ഗ്രൗണ്ട് എന്ന് കാണിക്കുന്നതിൽ GND എന്ന് കാണിക്കുന്നതിൽ ന്യൂട്രലുമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇങ്ങനെയാണ് ഈ ഒരു തെർമോസ്റ്റാറ്റിൻ്റെ കണക്റ്റ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇത് വീഡിയോ ഷോട്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം തന്നെ അത് കണക്ട് ചെയ്ത് വെച്ചത്. കേബിൾ ഓൾറെഡി കണക്ട് ചെയ്ത് വെച്ചതാണ്. ഇനി ഇതൊന്ന് നമുക്ക് കറണ്ടിലേക്ക് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ഓൾറെഡി 29.7 ടെമ്പറേച്ചർ ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് സെറ്റിംഗ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇതിൽ 3 ബട്ടൺ കാണാം നിങ്ങൾക്ക്. ഈ 3 ബട്ടൺ കാണുന്നുണ്ടോ? ഒന്ന് സെറ്റ് എന്ന് പറയുന്നതാണ് ആ ബട്ടൻ്റെ പേര്. രണ്ടാമത്തത് അപ്പാണ്. മൂന്നാമത്തത് ഡൗൺ ആണ്. അപ്പോൾ ആദ്യം നമുക്ക് സെറ്റാണ് വേണ്ടത്. ഈ സെറ്റ് ഒരു 3 സെക്കൻഡ് നമ്മൾ ബ്ലിങ്ക് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലിങ്ക് ആവും. ഇപ്പോൾ ബ്ലിങ്ക് ആയിട്ടില്ല. ഇപ്പം നമുക്ക് കാണിച്ചു തരാം. ഇവിടെ 29.2 എന്നല്ലേ കാണിക്കുന്നത്. ഇത് ബ്ലിങ്ക് ആവും. ഇവിടെ കണക്ഷൻ ലൂസാണ്, അതുകൊണ്ടാണ് ചെറിയൊരു പ്രശ്നമുള്ളത്. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. 29.1 കാണിക്കുന്നതിൽ ഇവിടെ സെറ്റ് എന്ന് പറയുന്ന ബട്ടണ് നമ്മളൊന്ന് പ്രസ് ചെയ്യുന്നു. P0യിലേക്കാണ് എത്തിയത്. ഈ ഒരു ചെറിയ സ്വിച്ച് ആയതുകൊണ്ടാണുള്ളൊരു പ്രോബ്ലം ഉള്ളത്. അപ്പോൾ ഇത് തന്നെ 29.1 അവിടെ ഒരു 3 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. ഈ P0 കാണുന്നതാണെങ്കിൽ നമ്മൾ ഇതൊന്ന് അപ്പാക്കി കൊടുത്തു കഴിഞ്ഞാൽ P1 P2 P3 P4 P5 P6 ഇത് കാണാം. ഓക്കെ, ഇനി നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് ഈ ടെമ്പറേച്ചറാണ്. ടെമ്പറേച്ചർ ചെയ്യാൻ 3 സെക്കൻഡ് P2 P3 P4 ഈ 3 സെക്കൻഡ് അവിടെ നിൽക്കുന്നില്ല കറക്റ്റായിട്ട്. ഇത് ടെമ്പറേച്ചർ ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ബ്ലിങ്ക് ആയതിന് ശേഷം നമ്മൾ അപ്പ് കൊടുത്താൽ മതി. 37.7 ഞാൻ കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇവിടെ സെറ്റ് എന്ന് പറയുന്ന ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ആ ടെമ്പറേച്ചർ സെറ്റ് ആവും. പിന്നെ രണ്ടാമത്തെ ടെമ്പറേച്ചറാണ് നമ്മൾ P0. രണ്ടാമത്തെ സെറ്റിംഗ് ആണ് P0. 1 മിനിറ്റ്. ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞു. ഇത് 37.8 37.9 എന്നുള്ള നമുക്കിവിടെ സെറ്റ് ചെയ്യാം. ഇതിങ്ങനെ താഴോട്ടും മേലോട്ടും. അപ്പോൾ അതിന് ശേഷം സെറ്റ് എന്ന് പറയുന്ന ബട്ടൺ ഞെക്കി കൊടുത്താൽ മതി. ഇനി നമുക്ക് വേണ്ടത് P0 ആണ്. നെക്സ്റ്റ് ഇത് ക്ലിയറായി സെറ്റാക്കി. സെറ്റ് എന്ന് പറയുന്ന ബട്ടൺ അമർത്തി ഇനി P0 എന്നുള്ള ബട്ടൺ.
P6 ആണ് ഇവിടെ വന്നിട്ടുള്ളത്. അത് താഴോട്ടാക്കിയ P0 കിട്ടും. P0യിൽ സെറ്റ് അടിച്ച് കഴിഞ്ഞാൽ ഹൈ ആണ് കൊടുക്കേണ്ടത്. സി ആയിരിക്കും സാധാരണയായിട്ട് ഉണ്ടാവുക, കൂളിംഗ് ആണ് ഉണ്ടാവുക. ഹൈ ആണ് ഇൻക്യുബേറ്ററിന് വേണ്ടത്, അത് സെറ്റ് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് ഇനി നമുക്ക് വേണ്ടത് P1 ആണ് വേണ്ടത്. P0 ആയില്ലേ, അതിനുശേഷം നമ്മൾ സ്ക്രോൾ ചെയ്താൽ മതി. P1 സെറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണിക്കുന്ന ടെമ്പറേച്ചർ 0.7 ആണ്. അത് ഞാൻ 0.7 സെറ്റ് ചെയ്ത് വെച്ചാണ്. 0.5 മുതൽ 1 വരെയാണ്. കാരണം എത്രത്തോളം താഴോട്ട് വന്നിട്ടാണ് പിന്നെ വീണ്ടും ബൾബ് കത്തേണ്ടതെന്നാണ് അതിൻ്റെ ഉദ്ദേശം. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിത് P2 P3 P4 P6 ഇത് നമ്മൾ സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിൻ്റെ ടെമ്പറേച്ചർ ഹൈയിലേക്ക് ഒന്ന് നോക്കാം. ഇത് കട്ട് ഓഫ് ആകുന്നുണ്ടോ എന്ന് നോക്കാം. 29, 30, 31, 32. പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ അത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ യൂട്യൂബിൽ തുടക്കക്കാരാണ്. ഫാം മേഖലയിൽ കുറച്ച് കാലമായിട്ടുണ്ടെങ്കിലും പിന്നെ യൂട്യൂബിൽ തുടക്കക്കാരാണ്. ഒന്ന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒക്കെ പിന്നെ നല്ല രീതിയിൽ കോഴി ഫാമിൻ്റെ അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് കമൻ്റ് ഇട്ട് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ നമുക്ക് 36.8 ആയിട്ടുണ്ട്, 37 ആയിട്ടുണ്ട്. നമ്മൾ സെറ്റ് ചെയ്ത ടെമ്പറേച്ചർ 37.8 ആയിരുന്നു. 37.8 അല്ല, 38.10 ആണ്. അവിടെ വന്നു കഴിഞ്ഞാൽ ഇത് കട്ട് ഓഫ് ആയി, കണ്ടല്ലോ. ഈ ബൾബ് കണക്ട് ചെയ്തതിലാണ് അത് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. 38.6 ആയിട്ടുണ്ട്. ഇനി അടുത്ത വീഡിയോ ഞാൻ ഇതിൻ്റെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഇതേപോലെ തന്നെയാണ് നമുക്ക് ലോയും സെറ്റ് ചെയ്യാം. 28.5 ആണ് നമ്മൾ ലോ സെറ്റ് ചെയ്യേണ്ടത്. ഇതേപോലെ തന്നെ നെക്സ്റ്റ് നമുക്ക് ലോ ആണ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ഞാൻ അടുത്ത വീഡിയോയിലേക്ക് കാണിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.